എല്ലാവർക്കും പുതിയൊരു ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ മാത്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ തന്നെ അതിനെ കാണുന്നുണ്ട്, അതിൽ ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട ഭാഗമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷനും കൂടി വേണം എന്നുള്ളത് അല്ലേ. എക്സിആർടി ടെക്സ്റ്റ് ബുക്കിലെ ഡിസ്കഷനും കൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതുമായി ബന്ധപ്പെട്ട ബേസിക്സ് ഓപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതുപോലെ വരുന്ന ഡെസിമൽസ് അല്ലെ, ദശാംശ സംഖ്യകൾ, മറ്റേത് ഭിന്നസംഖ്യകളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ആ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സമയത്ത് നമുക്ക് സമയം കുറക്കാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് പറയുമെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും ബേസിക്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്. ഭിന്നസംഖ്യകളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഭിന്നസംഖ്യ എന്ന് നമ്മൾ പറയും. അതിൻ്റെ കൂട്ടത്തിന് അതിൻ്റെ വിവിധ ടൈപ്പ് ഉണ്ട്, ഭിന്നസംഖ്യകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ്, അഡീഷൻ നമ്മളെങ്ങനെയാണ്, സങ്കലനം, കൂട്ടൽ എങ്ങനെയാണ്, കുറക്കൽ എങ്ങനെയാണ്, അതുപോലെ ഗുണിക്കലും ഹരിക്കലും ഒക്കെ എങ്ങനെയാണ് എന്നുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു സെഷനിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വരുന്ന ദിവസങ്ങളിൽ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും അറിയുന്നതിനാണ് എന്താണ് ഭിന്നസംഖ്യ. ഭിന്നസംഖ്യകൾ അല്ലേ, എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ സംഖ്യകൾ, നമ്മളിപ്പോൾ എണ്ണസംഖ്യകളൊക്കെ നിങ്ങൾക്കറിയാം. എന്താണ് 1, 2, 3, 4 ഈ രീതിയിലൊക്കെ നമ്മൾ എഴുതി കൊടുക്കുന്നതാണ് എണ്ണസംഖ്യകൾ. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ശരിക്കും നമ്മൾ ജനറലായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ഭിന്നസംഖ്യ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇതാ ഒരു P/Q എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുക എന്നാണ് പൊതുവേ പറയുക. അല്ലെങ്കിൽ P യും Q ഒക്കെ നമ്മൾ വെറുതെ കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു A/M എന്ന് പറയുന്ന രൂപത്തിൽ, അതായത് ഇവിടെ ഒരു മുകളിൽ ഒരു സംഖ്യ ഉണ്ടാവും, അതിൻ്റെ താഴെ ഒരു വരയിട്ട് തൊട്ട് താഴെ മറ്റൊരു സംഖ്യ എഴുതും. ഈ ഒരു രൂപത്തിൽ നമ്മൾ എഴുതുന്ന സംഖ്യകളെ പൊതുവായി വിളിക്കുന്ന പേരാണ് ഭിന്നസംഖ്യകൾ. അതിന് ഉദാഹരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് 1/2 അര എന്നൊക്കെ നമ്മൾ പറയും. ഇതാ 1 എന്ന് എഴുതി, ഒരു വരയിട്ടു, എന്നിട്ട് 2 എന്ന് എഴുതി, ആണല്ലോ. ഇത് നോക്കിയാൽ P/Q എന്നുള്ള രൂപത്തിലാണ് ഉള്ളത്. അല്ലെങ്കിൽ ഇതാ ഒരു 5/3, ഇത് മറ്റൊരു ഭിന്നസംഖ്യയാണ് അല്ലേ. നോക്കിയാൽ മുകളിൽ 5 ഉണ്ട്, തൊട്ട് താഴെ 3 ഉണ്ട്, ഒരു വരയിട്ടിട്ട് നമ്മളിങ്ങനെ എഴുതി. ഇങ്ങനെയുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഭിന്നസംഖ്യകൾ. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. ഈ താഴെ കാണുന്ന സംഖ്യ, താഴെ കാണുന്നത് ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആയി വരാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. അതായത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഇതാ ഒന്നാമത്തേലാണെങ്കിൽ Q ≠ 0 എന്ന് പറയും. അതായത് Qൻ്റെ സ്ഥാനത്ത് 0 വരാൻ പാടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ 1/2 ഇതാ Pയുടെ സ്ഥാനത്ത് 1 ഉണ്ട്, Qൻ്റെ സ്ഥാനത്ത് 2 ഉണ്ട്. അപ്പോൾ 2ന് പകരം അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, 1/0 എന്നൊന്നും വരാൻ പാടില്ല. 1/0 എന്ന് പറഞ്ഞാൽ അതിന് ഇതുവരെയും അതിൻ്റെ വില എന്താണ് നമുക്ക് ആർക്കും അറിയില്ല. അത് നമ്മൾ ഇൻഫിനിറ്റി എന്നാണ് പറയുക. ഓക്കെ, നിർവചിക്കുന്നില്ല. അതുപോലെ 5/3 3ൻ്റെ സ്ഥാനത്ത് എന്ത് വരാൻ പാടില്ല, 5/0 എന്നൊന്നും വരാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഇതിലാണെങ്കിലോ M-ൻ്റെ സ്ഥാനത്ത് 0 വരാൻ പാടില്ല, M ≠ 0 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതുപോലെ P/Q എന്ന ഫോമിൽ രൂപത്തിൽ എഴുതാൻ പറ്റുന്നതും Q 0 അല്ലാത്തതുമായിട്ടുള്ള എല്ലാ സംഖ്യകളെയും നമ്മൾ പൊതുവേ വിളിക്കുന്ന പേരാണ് എന്ത്, ഭിന്നസംഖ്യകൾ എന്നാണ് നമ്മൾ പറയുക. അത് മനസ്സിലായല്ലോ, ഭിന്നസംഖ്യകൾ എന്ന് നമ്മൾ പറയും. ഫ്രാക്ഷൻസ് എന്നാണ് പറയുക, ഫ്രാക്ഷൻ. ഓക്കെ, ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന് പറയും, ഫ്രാക്ഷൻസ് എന്നാണ് നമ്മൾ പറയുക. ക്ലിയർ അല്ലേ. അപ്പോൾ എന്താണ് ഭിന്നസംഖ്യകൾ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഞാനിപ്പോൾ പറഞ്ഞത് മുകളിലെ സംഖ്യ, താഴത്തെ സംഖ്യ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഏത് ഫ്രാക്ഷൻ നമ്മൾ എടുത്താലും ഇതാ P/Q എന്ന് പറയുന്ന രൂപത്തിൽ തന്നെയാണ് എഴുതുന്നത്. ഏത് ഫ്രാക്ഷൻ എടുത്താലും ആ ഫ്രാക്ഷൻ്റെ അല്ലെങ്കിൽ ആ ഭിന്നസംഖ്യയുടെ മുകളിൽ കാണുന്ന ഈ ഒരു സംഖ്യയെ നമ്മൾ വിളിക്കൽ എന്താണ്, എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് വിളിക്കുക, പറഞ്ഞ അംശം എന്നാണ് നമ്മൾ പറയുക, അംശം. ഓക്കെ, ഇംഗ്ലീഷിൽ ന്യൂമറേറ്റർ എന്നാണ് പറയുക, ന്യൂമറേറ്റർ. ക്ലിയർ അല്ലേ. എന്നാൽ തൊട്ട് താഴെ ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും, ഛേദം എന്നാണ് മലയാളത്തിൽ പറയുക, ഛേദം. അതിനെ ഇംഗ്ലീഷ് നമ്മൾ എന്ത് പറയും, ഡിനോമിനേറ്റർ എന്ന് പറയും, ഡിനോമിനേറ്റർ. ഓക്കെ, ഡിനോമിനേറ്റർ എന്നാണ് നമ്മൾ പറയുക. ക്ലിയർ അല്ലേ. അപ്പോൾ ന്യൂമറേറ്റർ എന്താണെന്ന് മനസ്സിലായി, ഡിനോമിനേറ്റർ എന്താണെന്ന് മനസ്സിലായി. മുകളിൽ കാണുന്ന സംഖ്യയെ അംശം എന്നും തൊട്ട് താഴെ കാണുന്ന സംഖ്യയെ ഛേദം എന്നും എന്നാണ് നമ്മൾ പറയുക. ഇതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മളൊരു ഭിന്നസംഖ്യ എടുത്തു കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ടും ശരിക്ക് അതിനെ വിവിധ ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭിന്നസംഖ്യകൾ എത്ര ടൈപ്പാണ്, 3 ടൈപ്പിലാണുള്ളത്, 3 ടൈപ്സ് ആണ്. ഓക്കെ, 3 ടൈപ്സിലാണ് ശരിക്കും നമുക്ക് ഭിന്നസംഖ്യകൾ കാണാൻ പറ്റുക. ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ടൈപ്പ് ഭിന്നസംഖ്യയായിട്ട് വരുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറയുന്നത് സാധാരണ ഭിന്നം എന്നാണ് നമ്മൾ പറയുക. അതാണ് സാധാരണ ഭിന്നം. ഇതൊക്കെ അറിയുന്നവരുണ്ടാവും, എന്നിരുന്നപ്പോഴും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ബാക്കിയുള്ളവർ. സാധാരണ ഭിന്നം, അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, പ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് നമ്മൾ പറയുക, പ്രോപ്പർ ഫ്രാക്ഷൻസ്. ഓക്കെ, പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ഭിന്നം.
രണ്ടാമത്തെ ടൈപ്പ് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് കാണിക്കാം. രണ്ടാമത്തെ വരുന്നത് വിഷമ ഭിന്നം എന്നാണ് നമ്മൾ പറയുക. വിഷമ ഭിന്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് നമ്മൾ പറയുക. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, വിഷമ ഭിന്നം. ഇനി മൂന്നാമത് വരുന്ന ഭിന്നസംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിശ്ര ഭിന്നം. മിശ്ര ഭിന്നം എന്നാണ് നമ്മൾ പറയുക. മിശ്ര ഭിന്നസംഖ്യകൾ. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ് നമ്മൾ പറയുക. എന്താണ് പറയുക? മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഫ്രാക്ഷൻസ് ഉള്ളത്. ഒന്ന് സാധാരണ ഭിന്നം, രണ്ട് വിഷമ ഭിന്നം, മൂന്ന് മിശ്ര ഭിന്നം. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുക. ഞാൻ ഇതിവിടെ കുറച്ച് ഭിന്നസംഖ്യകൾ എഴുതാം, അതിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ ടൈപ്പും ഉണ്ടാവും. ഇതാന്ന് നോക്കിക്കോ, 1/2 അര. ഓക്കെ, അര എന്ന് എഴുതി. അല്ലെങ്കിൽ ഞാൻ ഇതാ ഒരു 3/5 എന്ന് എഴുതി. അടുത്തത് ഒരു 6/7. ക്ലിയർ. നെക്സ്റ്റ് വരുന്നത് ഒരു 9/, പിന്നെ ഒരു 9/4. അടുത്തത് ഇതാ 3/1/4, 3/4 എന്നൊക്കെ നമ്മൾ പറയും. ഈ രീതിയിൽ ഞാൻ ഇവിടെ കുറച്ച് ഫ്രാക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാത്തിനും ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സാധാരണ ഭിന്നം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. സാധാരണ ഭിന്നം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്നാണ് പറയുന്നത്. പറയട്ടെ, സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ എഴുതിയ ആ എക്സാമ്പിൾസ് തന്നെ നോക്കിക്കോ. അവിടെ ഈ കാണുന്ന ആദ്യത്തെ എക്സാമ്പിൾ 1/2, അല്ലെങ്കിൽ രണ്ടാമത്തത് 3/5. അതൊക്കെയാണ് നമ്മൾ ഈ സാധാരണ ഭിന്നങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയുക. 6/7 അതൊക്കെ അതിൽ വരുന്നതാണ്. എന്താണ് കാര്യം ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നോക്കിയതാ ഇവിടെ എഴുതിയ ആദ്യത്തെ 3 സാധാരണ ഭിന്നങ്ങൾക്ക് ഉദാഹരണമാണ്. പറയാൻ പറ്റുമോ? എന്തെങ്കിലും വ്യത്യാസം പറയാൻ പറ്റുമോ? എന്തായിരിക്കും എന്നുള്ള കാര്യം പറയാൻ പറ്റുമോ? സാധാരണ ഭിന്നം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതാ എല്ലാത്തിലും ഒരു അംശമുണ്ട്, ഒരു ഛേദമുണ്ട്, അല്ലേ? എല്ലാത്തിലും അംശമുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും. ഈ അംശം എന്ന് പറയുന്നതും ഛേദം പറയുന്നത് രണ്ട് സംഖ്യകൾ നോക്കിയാൽ അംശത്തിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വലിയ സംഖ്യ ആയിരിക്കും ഇവിടെ ഛേദമായിട്ടുണ്ടാവുക, അല്ലേ? അല്ലെങ്കിൽ ഛേദത്തേക്കാൾ കുറവാണ് അംശം. ഛേദത്തേക്കാൾ കുറവായി അംശം വരുന്ന ഭിന്നസംഖ്യകളൊക്കെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്നതാണ് സാധാരണ ഭിന്നം എന്നാണ് നമ്മൾ പറയുക. എന്താണ്? ഛേദത്തേക്കാൾ കുറവ് അംശം വരുന്ന ഭിന്നസംഖ്യകളാണ് സാധാരണ ഭിന്നം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? അംശം കുറവും ഛേദം കൂടുതലായി വരുന്ന സംഖ്യകളാണ് സാധാരണ ഭിന്നം. അത് നിങ്ങൾക്ക് പറയാൻ ഒരു എളുപ്പം ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഇപ്പോൾ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷ നടത്തിയെന്ന് വിചാരിക്കുക. ക്ലാസ്സിൽ 100 മാർക്കിനുള്ള ഒരു എക്സാം നടത്തി. നിങ്ങൾക്ക് കിട്ടുന്നത് 85 മാർക്കാണെന്ന് വിചാരിക്കുക. 85 നിങ്ങൾ സ്കോർ ചെയ്തു. അപ്പോൾ നോർമലി എങ്ങനെയാണ് നമ്മൾ എക്സാം ഷീറ്റിൽ ആ മാർക്ക് കൊടുക്കുക? 100 മാർക്കിൻ്റെ പരീക്ഷയിൽ 85 മാർക്ക് കിട്ടി. നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. 100 താഴെ എഴുതി തൊട്ട് മുകളിൽ 85 എന്ന് എഴുതി. ഇങ്ങനെയാണ് മാർക്ക് ഇടുക, അല്ലേ? ഇതിനർത്ഥം 85/100 എന്നാണ് നമ്മളിത് വായിക്കുക, അല്ലേ? 85 ഈ വരനം ബൈ എന്നാണ് പറയുക. 85/100 എന്നാണ് വായിക്കുക. അല്ലെങ്കിൽ പറയുന്നത് 100ൽ 85 എന്നാണ് നമ്മൾ വായിക്കുക, അല്ലേ? അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ സിമ്പിളാണ്. അപ്പോൾ സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാരണ പരീക്ഷയിലെ മാർക്ക് നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇത് എഴുതുക. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് താഴെ എഴുതും, അതിൽ കുറവുള്ളത് മുകളിൽ എഴുതും. ഇതുപോലെ ഛേദം വലുതും അംശം ചെറുതുമായി വരുന്ന എല്ലാ ഭിന്നസംഖ്യകളെയും വിളിക്കുന്നതാണ് സാധാരണ ഭിന്നം. ഓക്കെ, അപ്പോൾ 85/100 ആണ്, 85/100 ആണ് വരിക. സാധാരണ ഭിന്നം എന്താണെന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ 1/2 സാധാരണ ഭിന്നമാണല്ലോ. ഇതാ തൊട്ട് താഴെ 2 ആണ് കൂടുതൽ, 1 വലുതാണ്. അടുത്തത് ഒരു ഉദാഹരണം, അവിടെ മുകളിൽ നമ്മൾ കൊടുത്ത എക്സാമ്പിൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. 3/5, അല്ലേ? 3/5 5 കൂടുതൽ, അതിൽ 3 എണ്ണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? 2 എണ്ണത്തിൽ 1, അല്ലെങ്കിൽ 5 എണ്ണത്തിൽ 3. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരിക. ഇനി മറ്റൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഒരു 20/18, അല്ലെങ്കിൽ 18/20, അല്ലേ? അല്ലെങ്കിൽ ഒരു 2/10. ഈ രീതിയിൽ എല്ലാത്തിനെയും നമ്മൾ സാധാരണ ഭിന്നം എന്നാണ് പറയുക. ഐഡിയ കിട്ടിയല്ലോ? താഴെ കൂടുതലും മുകളിൽ വലുതും കുറവും. ഓക്കെ, മുകളിൽ കുറവാണ് സാധാരണ ഭിന്നം. അടുത്ത ടൈപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ്? വിഷമ ഭിന്നം. അതിൻ്റെ മലയാളം ഇംഗ്ലീഷും ശരിക്കും ശ്രദ്ധിക്കണം. വിഷമ ഭിന്നമാണ്, അല്ലേ? എന്തായിരിക്കും വിഷമ ഭിന്നം? നേരെ ഓപ്പോസിറ്റ്. സാധാരണ ഭിന്നം എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് വിഷമ ഭിന്നം. അതായത് താഴെ ചെറുതും മുകളിൽ വലുതുമായി വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിഷമ ഭിന്നം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഒരെണ്ണം പഠിച്ചാൽ മതി. സാധാരണ ഭിന്നം പഠിച്ചാൽ ഉറപ്പായിട്ടും വിഷമ ഭിന്നം നമുക്ക് കിട്ടും. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 3/2 എന്താണ് പ്രത്യേകത? ഇവിടെ നോക്കിയാൽ അംശമാണ് കൂടുതൽ, ഛേദം കുറവാണ്, അല്ലേ? ഛേദത്തേക്കാൾ അംശം കൂടുതലായി വരുന്ന ഭിന്നസംഖ്യകളെ എന്ത് വിളിക്കും? വിഷമ ഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്നാണ് നമ്മൾ പറയുക. 3/2 അതൊരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഒരു 5/7 ഒരു എക്സാമ്പിളാണ്, അല്ലേ? നെക്സ്റ്റ് വരുന്നത് ഒരു 10/30, 10/30. ഇതൊക്കെ 10/30 അല്ല, ഒരു 10/5 അല്ലെങ്കിൽ ഒരു 10/3. ഓക്കെ, ഒരു 10/3 എന്നൊക്കെ കൊടുക്കാം. ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? ഈ പറഞ്ഞ വിഷമ ഭിന്നങ്ങൾക്ക് ഉദാഹരണമാണ്. അവിടെ ശ്രദ്ധിക്കുക, വിഷമ ഭിന്നത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അംശം കൂടുതലും ഛേദം കുറവായിട്ടാണ് വരിക. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ വിഷമ ഭിന്നത്തിൻ്റെ വില എപ്പോഴും ഇതിൻ്റെ നമ്മൾ കൃത്യമായിട്ടുള്ള വിലകളിലേക്ക് പോയാൽ എപ്പോഴും 1 കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ വിഷമ ഭിന്നത്തിൻ്റെ വില എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 1
ഒന്നിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, കൂടുതലായിരിക്കും അല്ലെ ഒന്നിനേക്കാൾ വലുതായിരിക്കും. മനസ്സിലാകുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഭിന്നസംഖ്യ എഴുതിയാലും അതിൻ്റെ അർത്ഥം എന്താ പറയുക? ഇപ്പോൾ 3/2 എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം ശരിക്കും എന്താണെന്ന് അറിയുമോ? 3 × 2 എന്നാണ് നമ്മൾ പറയുക എളുപ്പത്തിന്. ഓക്കെ, 3 × 2 എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് 3നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് 3ൽ എത്ര 2 ഉണ്ട്? നമുക്കറിയാം 1 2 2 അല്ലേ, ബാക്കി 1 ഉണ്ട്. അപ്പോൾ 1നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു 10 ചേർക്കും. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു പോയിന്റ് കൊടുക്കും. 10ൽ എത്ര 2 ഉണ്ട്? നമ്മൾ നോക്കും 5 എണ്ണമാണ്. അപ്പോൾ ഇതാ ഉത്തരം 1.5 ആണ്. ഇതാ 3/2 ഉത്തരം എന്ന് പറഞ്ഞാൽ 1നേക്കാൾ കൂടുതലല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, ഒരു വിഷമ ഭിന്നം എന്ന് പറഞ്ഞാൽ ആ വിഷമ ഭിന്ന സംഖ്യകളുടെ വില എപ്പോഴും 1നേക്കാൾ കൂടുതലായിരിക്കും. അതെങ്ങനെ എഴുതുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ലാസ്റ്റ് മൂന്നാമത് പറയാൻ പോകുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ്. അതായത് മിശ്ര ഭിന്നം എന്നാണ് നമ്മളതിനെ വിളിക്കുക. എന്താണ് വിളിക്കുക? മിശ്ര ഭിന്നമാണ്. മിശ്ര ഭിന്നം മിക്സഡ് ആണ്. മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷൻ എന്തായിരിക്കും? മിശ്ര ഭിന്നം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. മിശ്ര ഭിന്നം എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ സംഖ്യയും ഒരു സാധാരണ ഭിന്നവും കൂടിയുള്ള സംഖ്യകളെയാണ് നമ്മൾ പൊതുവെ മിശ്ര ഭിന്നം എന്ന് പറയുക. അതായത് ഒരു പൂർണ്ണ സംഖ്യയും ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധാരണ ഭിന്നവും ഉണ്ടാവും. ഉദാഹരണത്തിന് 3.5 നോക്കിയേ, ഈ 3 എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യയാണ് അല്ലേ? ഒരു പൂർണ്ണസംഖ്യ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യയാണ്. അര എന്ന് പറയുന്നത് ഒരു സാധാരണ ഭിന്നമാണ്. അപ്പോൾ ഒരു പൂർണ്ണസംഖ്യയും ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു സാധാരണ ഭിന്നവും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ശരിക്കും മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന സംഖ്യ. കിട്ടിയല്ലോ? മിശ്ര ഭിന്നം എന്താണെന്ന് മനസ്സിലായി. ശരിക്കും 3.5 അല്ലെങ്കിൽ ഒരു 4.4 4 1/4 അല്ലേ, ഒരു 5 1/3 ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാം ഏതന്നെയാണ് മിശ്ര ഭിന്നങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ മിശ്ര ഭിന്നങ്ങൾ ഇങ്ങനെ കൊടുത്താൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എല്ലാവർക്കും അറിയാലോ. എന്താണ് അർത്ഥം? ഈ 3.5 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 3 കൂട്ടണം 1/2 എന്നാണ് അർത്ഥം. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 3.5 പ്ലേറ്റ് ബിരിയാണി 3.5 പ്ലേറ്റ് ബിരിയാണി എന്ന് ആലോചിച്ച് നോക്കിയാൽ 3.5 പ്ലേറ്റ് ബിരിയാണി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 3 പ്ലേറ്റും അതിന് കൂടെ ഒരു അരയും കൂടി കൂട്ടി അര പ്ലേറ്റും കൂടെ അല്ലേ, 3.5. അപ്പോൾ 4 1/4 4.4 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 4 കൂട്ടണം 1/4 എന്നാണ് അർത്ഥം. 5 1/3 എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? 5 കൂട്ടണം 1/3 എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പം മിശ്ര ഭിന്നത്തിൻ്റെ ഒരു കാര്യം ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതാണ് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പം 3 ടൈപ്പ് ഭിന്നസംഖ്യകളുണ്ടെന്ന് മനസ്സിലായി. സാധാരണ ഭിന്നം എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, വിഷമ ഭിന്നം എന്താണെന്ന് മനസ്സിലായി. മിശ്ര ഭിന്നം എന്താണെന്ന് മനസ്സിലായി. ഇനി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു സാധാരണ ഭിന്നം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനിടയിലാണ് ഒരു സാധാരണ മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു മിശ്ര ഭിന്നം നമുക്ക് തന്നാൽ അതിന് നമുക്ക് വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. അത് നമ്മൾ പറ്റണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, ഉദാഹരണം ഇപ്പോൾ ഈ തന്ന 3.5 നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതുക എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കിക്കോ, ഏറ്റവും ബേസിക്കാണ്. 3.5 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് എങ്ങനെയാണ് ഒരു വിഷമ ഭിന്നമാക്കിയിട്ട് മാറ്റുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് മിശ്ര ഭിന്നത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അതിന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണത് എല്ലാവർക്കും അറിയാം. എന്ത് ചെയ്താൽ മതി? ഒന്ന് നോക്കേണ്ടതാണ്, വളരെ സിമ്പിളാണ്. നോക്കിയേ, ഇതിനെ മാറ്റി എഴുതാൻ ചെയ്യേണ്ടത് ഈ 3 1/2 എന്നുള്ളത് ശരിക്കാൻ പറഞ്ഞു 3 കൂട്ടണം 1/2 എന്നാണ് ഇതിൻ്റെ അർത്ഥം. കിട്ടിയല്ലോ? ഈ 3നെ നിങ്ങൾ ഈ 2 കൊണ്ട് എന്ത് ചെയ്യുക? ഗുണിക്കുക. 2നെ 3 കൊണ്ട് ആദ്യം ഗുണിക്കുക. അപ്പോൾ ഉത്തരം ഇതിലിങ്ങനെയാണ്. ഈ 3നെ 2 കൊണ്ട് ആദ്യം ഗുണിച്ചു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ ഇവിടെ കാണുന്ന അംശത്തിൽ കാണുന്ന ഈ 1 നിങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടുക. 1 കൂട്ടുകയാണോ വേണ്ടത്? ഇത് ഗുണിക്കുക വേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ 3നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ എത്രയാണ്? അംശമായിട്ടുള്ള 1 ഞാൻ കൂട്ടി. ഇനി ഒരു വര അങ്ങോട്ട് ഇടുക. ഇവിടെ താഴെ ഏതാണോ നമ്പർ ഉള്ളത് അതിൻ്റെ അടുത്ത് അങ്ങോട്ട് എഴുതുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും നോക്കണ്ട. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നോക്കിയാൽ 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 ആണെന്ന് എല്ലാവർക്കും അറിയാം. 6 ആണ്. ആ 6നോട് ഈ 1 കൂട്ടിക്കഴിഞ്ഞാൽ 7 ആണ്. അല്ലാതെ നേരെ പോയിട്ട് 2 1 കൂട്ടി 3 ആണ്. 3 ഗുണിക്കണം 3 9 ഒന്നും എഴുതാൻ പാടില്ല. ആദ്യം ഗുണനം പിന്നെ മാത്രം കൂട്ടൽ. 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 ആണ്. 6 1 കൂടി 7 ആണ്. 7/2 എന്നാണ് നമുക്ക് ഇവിടെ ഉത്തരം കിട്ടുക. നോക്കിയേ, അംശം വലുതും ഛേദം ചെറുതും അല്ലേ? അപ്പോൾ എന്ത് ഭിന്നമാണിത്? വിഷമ ഭിന്നമല്ലേ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? ആണ്. അപ്പോൾ നമ്മൾ മിശ്ര ഭിന്നത്തെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 7/2 എന്ന് വെച്ചാൽ 7 ഹരിക്കണം 2 7ൻ്റെ പകുതിയാണ്. അതന്നെയാണല്ലോ 3.5. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് മിശ്ര ഭിന്നത്തെ കിട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അടുത്തതാ 5 1/3 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കി, ആദ്യം പോസിറ്റീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കി, 5 1/3 എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇപ്പോഴും 9th ക്ലാസ്സിലൊക്കെ ഇത് പഠിക്കുന്നുണ്ട്. അവിടെ കുട്ടികൾ പഠിക്കുന്നതാണ്. പക്ഷേ അവർക്കും ഇപ്പോഴും ചില ആളുകൾക്ക് കൺഫ്യൂഷനാണ്. ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോൾ അവിടെ ശരിക്കും നോക്കണം 10ാം ക്ലാസ് എല്ലാത്തിലും ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 5 1/3 ഇതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പമാണ് അല്ലേ? എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞു എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളാണ്. ഇവിടെയുള്ള ഈ 2 നമ്പർ തമ്മിൽ നിങ്ങൾ ആദ്യം ഗുണിക്കുക. 5ഉം 3ഉം കൂടെ ഗുണിക്കുക അല്ലേ? 5 ഗുണിക്കണം 3. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നീട് ഗുണിച്ചതിന് ഇത് രണ്ടും ഗുണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുക? ഇവിടെയുള്ള ഈ നമ്പർ എന്ത് ചെയ്യുക? കൂട്ടുക. അതിൻ്റെ കൂടെ തന്നെ
കൂട്ടണം 1 അംശം 1 ആയതുകൊണ്ട് 1 എന്ന് എഴുതി. തൊട്ട് താഴെ എത്രയാണ്? ഇതാ ഇവിടെ താഴെ എത്രയാണോ അതന്നെ എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതുക. വേറെ ഒന്നും നോക്കണ്ട, അവിടെ എന്താണോ അതന്നെ എഴുതുക. 5 ഗുണിക്കണം 3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 15 ആണ്. 15ൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 16 ആണ്. 16/3 എന്ന് എഴുതിയാൽ അതുമായി ഇതാ 5 1/3 ആയി. അപ്പോൾ നമ്മൾ പഠിച്ചു മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നത്തിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഞാൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ 1-2 ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കഴിഞ്ഞ് ഇതാ ഇതിൻ്റെ കൂടെ പോസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നമുക്ക് പിന്നീട് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇതാ 4 ഓക്കെ 4 ഒരു 7/10 4 7/10 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വരുന്നത് ഇതാ ഒരു 3 1/5 3 1/5 ഇത് രണ്ടും കിട്ടുന്നുണ്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത കാര്യത്തിലേക്ക് പോകുന്നത് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നമുക്ക് വിഷമഭിന്നം തന്നിട്ട് അതിന് മിശ്രഭിന്നത്തിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. വിഷമഭിന്നം തന്നിട്ട് മിശ്രഭിന്നത്തിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ഇതാ നമ്മൾ നേരത്തെ ചെയ്തേനെ 7/2 എന്ന് പറയുന്നത് ഒരു വിഷമഭിന്നമാണ്. ഓക്കെ, 7/2 ഒരു വിഷമഭിന്നമാണ്, അതിനെ മിശ്രഭിന്നത്തിലേക്ക് മാറ്റണം. ഓക്കെ, ഇതാ വിഷമഭിന്നത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിഷമത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മിശ്രത്തിലേക്ക് മാറ്റാൻ പോകുന്നു. മിശ്രഭിന്നത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ മതി, ഒരു പണിയില്ല. ഞാൻ പറഞ്ഞുതരാം. മിശ്രഭിന്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്താണ് സാധനം അല്ലേ. ഒരു പൂർണ്ണസംഖ്യ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ഭിന്നസംഖ്യയും കൂടി ഉണ്ടാവും. അതാണ് മിശ്രഭിന്നം. സംശയമില്ലല്ലോ? ഇല്ല. ഇനി ആ ഭിന്നസംഖ്യയുടെ പ്രത്യേകത നമുക്കറിയാം, അതൊരു സാധാരണ ഭിന്നമായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 7/2 നമുക്ക് മിശ്രഭിന്നത്തിലേക്ക് മാറ്റേണ്ടതെന്ന് വിചാരിച്ചാൽ ഇവിടെ നിങ്ങൾ ഒന്നും നോക്കണ്ട. ഇവിടെ ഛേദം എത്രയാണ് വരുന്നത്, താഴെ വരുന്ന സംഖ്യ എത്രയാണ്? 2 അല്ലേ. അതേ 2 ആയിരിക്കും നമ്മുടെ മിശ്രഭിന്നത്തിലേക്ക് വരുമ്പോഴും താഴെ ആ ഭിന്നസംഖ്യക്ക് വരിക. അവിടെ 1 കിട്ടിയല്ലോ, കിട്ടി. ഇനി ഇവിടുത്തെ പൂർണ്ണസംഖ്യ ഇത് എഴുതാൻ ട്രിക്കാൻ പറയാം. എല്ലാം മൈൻഡ് കാൽക്കുലേഷനാണ്. നിങ്ങളൊന്നും നോക്കണ്ട. 7ൻ്റെ ഉള്ളിൽ എത്ര 2 ഉണ്ട് നോക്കിയാൽ മതി. 7ൽ എത്ര 2 ഉണ്ട് നിങ്ങൾ നോക്കുക. 7 ഹരിക്കണം 2 ആണ് ഉദ്ദേശിക്കുന്നത്. 7ൻ്റെ ഉള്ളിൽ എത്ര 2 ഉണ്ട്? 2 2 4 ആണ്, 3 2 6 ആണ് അല്ലേ. പിന്നെ 4 2 8 ആയി. അപ്പോൾ 7ൻ്റെ ഉള്ളിൽ എത്ര 2 ആയുള്ളത്? 3 എണ്ണേ ഉള്ളൂ. 3 2 ഉള്ളൂ. 3 2 6 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 7 ആവണമെങ്കിൽ ഒരെണ്ണം കൂടി വേണ്ടേ. ആ 1നെ പിടിച്ചെന്ത് ചെയ്യുക, ഇവിടെ അംശത്തിലങ്ങ് എഴുതുക. ഇത്രയേ ഉള്ളൂ. 2 ഗുണിക്കണം 3 വെച്ചാൽ 6 ആണ്. 6 1 7 ആണ്. 7/2 കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ എത്രയാണോ ഉള്ളത്, താഴെ അംശത്തിൽ എത്രയാണോ അതന്നെ ഇവിടുത്തെ അംശമായിട്ട് എഴുതുക. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് 7ൻ്റെ ഉള്ളിൽ എത്ര 2 ഉണ്ട് നോക്കുക. ആ എണ്ണം എടുത്തിട്ട് ഇവിടെ പൂർണ്ണസംഖ്യയായിട്ട് എഴുതുക. അപ്പോൾ ആ 2 കൂടെ ഗുണിക്കുക. 2 ഗുണിക്കണം 3 6 ആണ്. അപ്പോൾ 7 ആവാനതിന് ഒരെണ്ണം കൂടി വേണം, അതെടുത്ത് മേലെ എഴുതുക. അടുത്തതാണ് ഇപ്പം നമ്മൾ ചെയ്ത 16/3 കുറച്ച് നല്ല നമ്പറാണ്. 16/3 നമുക്ക് വേണ്ട ഒരു പൂർണ്ണസംഖ്യ എഴുതണം അല്ലേ. ഒരു വരയിട്ടിരുതാ. ഇവിടെ ഒരു ഛേദം വേണം, മേലൊരു അംശം വേണം. ഛേദം ഒന്നും പണിയില്ല. ഇവിടെ എത്രയാണോ ഉള്ളത് അതന്നെ എടുത്തിട്ട് അങ്ങോട്ട് എഴുതുക. 3 തന്നെ എഴുതി, ഒരു പണിയും വേണ്ട. ഇനി അടുത്ത കിട്ടാൻ 16ൽ എത്ര 3 ഉണ്ട് നിങ്ങൾ നോക്കുക. അതിൻ്റെ അർത്ഥം 16 ഹരിക്കണം 3 അല്ലേ. 3ൻ്റെ ടേബിൾ നോക്കിയാൽ മതി. 3 ഗുണിക്കണം എത്രയാണ്? 3 ഗുണിക്കണം 3 9 ആണ്. 3 ഗുണിക്കണം 4 12 ആണ് അല്ലേ. 3 ഗുണിക്കണം 5 15 ആണ്. 16ൻ്റെ തൊട്ട് താഴെ എത്തി. പിന്നെ 3 ഗുണിക്കണം 6 എന്ന് വെച്ചാൽ 18 ആയി. അത് കഴിഞ്ഞു പോയി അല്ലേ. 16നേക്കാൾ വലുതായി. അപ്പോൾ 5 എണ്ണാണെന്ന് മനസ്സിലായി അല്ലേ. 16നുള്ളിൽ 3 എന്ന് പറയുന്നത് 5 എണ്ണമാണുള്ളത്. 5 ഗുണിക്കണം 3 എന്ന് വെച്ചാൽ 15 ആണ്. അപ്പോൾ 16 ആവണമെങ്കിൽ ഒരെണ്ണം കൂടി വേണം. ആ 1 എടുത്തിട്ട് അംശത്തിൽ എഴുതുക. അത് 5 1/3. അതിനാണല്ലോ നമ്മൾ നേരത്തെ ചെയ്തത് അല്ലേ. 5 1/3 ഇതിനെ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ച് ബാക്കോട്ട് മാറ്റി. ഇതാണ് അതിൻ്റെ കൺവേർഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ വേണം നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ 1 2 തരാം. ഇതാ 4 ഓക്കെ, വളരെ എളുപ്പമുള്ള നമ്പറാണ്. 4 1/3 4 1/3. അടുത്ത ഇതാ 11 1/4. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്കുക. 2 ചോദ്യങ്ങളാണ്, വെറുതെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ കൺവേർഷൻ എന്ന് പറയുന്ന സാധനം. ഭിന്നസംഖ്യകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ വളരെ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഭിന്നസംഖ്യകളുടെ ഗുണനം, ഹരണം, കൂട്ടലും കുറക്കലും. ഓക്കെ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളാണ് ബേസിക് ഓപ്പറേഷൻസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഭിന്നസംഖ്യകൾ വെച്ച് എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറക്കാം, എങ്ങനെ ഹരിക്കാം, എങ്ങനെ ഗുണിക്കാം, ഇതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം ഭിന്നസംഖ്യകളുടെ സങ്കലനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സങ്കലനം ഇന്ന് നമ്മൾ അടിസ്ഥാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ചെയ്താലേ നമുക്ക് അടുത്തേക്ക് പോയിട്ട് കാര്യമുള്ളൂ. സങ്കലനം എന്നാണ് നമ്മൾ പറയുക. കൂട്ടൽ, സംഭവം കൂട്ടലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഡീഷനാണ്. ക്ലിയർ? അപ്പോൾ എങ്ങനെ നമുക്ക് 2 ഭിന്നസംഖ്യകൾ കിട്ടിയാൽ കൂട്ടാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാത്തവരുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചോ. ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഞാൻ കാണിച്ചു തരും. ഒരു പണിയില്ല, സിമ്പിളാണ്. ഇതാ നോക്കിക്കോ. അപ്പോൾ നമ്മൾ കൂട്ടാൻ പോയത് ഇതാ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് 2 സംഖ്യകൾ എടുക്കാം. ഒന്നാമത്തെ സംഖ്യ വരുന്നത് ഇങ്ങനെയാണ്. പറയട്ടെ, ഒന്നാമത്തെ സംഖ്യ ഇങ്ങനെയാണ്. ഇതാ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ചെറിയ നമ്പർ ആദ്യം എടുക്കാം, എന്നിട്ട് നമുക്ക് മെയിനായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. ഇതാ ഒരു ഉദാഹരണത്തിൽ ഇതാ 1/2 എന്ന് പറയുന്നൊരു സംഖ്യ. 1/2 അതിൻ്റെ കൂടെ നമുക്കൊരു 3/3 ഒരു എത്ര എഴുതേണ്ടത് ഇപ്പോൾ 1/2 ഒരു 3/4 അല്ലേ. 3/4 എന്ന് എഴുതാം. ഓക്കെ, 1/2 ഒരു 3/4 എന്ന് പറഞ്ഞ 2 സംഖ്യകൾ കൂട്ടാനാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ കൂട്ടാൻ പറ്റും? ഈ 2 സംഖ്യകൾ 2 ഭിന്നസംഖ്യകളാണ് കൂട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് ജനറൽ ഫോം ഉണ്ട്. അത് ബൈഹാർട്ടൊന്നും പഠിക്കണ്ട, ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ജനറൽ ഫോം എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഭിന്നസംഖ്യ ഇപ്പോൾ ഒരു A/B ആണെന്ന് വിചാരിക്കുക.
രണ്ടാമത്തെ ഭിന്നസംഖ്യ നമുക്ക് ഒരു സിയും ഒരു ഡി ആണെന്ന് വിചാരിക്കുക, C/D ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇത് രണ്ടും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് ഗുണിക്കുക. അതായത് ആദ്യത്തിൻ്റെ അംശവും രണ്ടാമത്തിൻ്റെ ഛേദവും വരുന്ന രീതിയിൽ പരസ്പരം നിങ്ങൾ ഗുണിക്കുക. ഇതാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുക. ഒരു ഏറോ മാർക്ക് ഇങ്ങനെ കൊടുത്താൽ ഇതാ ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക, ഇവരെ രണ്ടാളും തമ്മിൽ നിങ്ങൾ ഗുണിക്കുക. ഓക്കെ, എയും ഡിയും ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താ? എയും ഡിയും കൂടെ ഗുണിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എ ഗുണിക്കണം ഡി. അപ്പം നമുക്ക് AD എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ കൂട്ടലായതുകൊണ്ട് കൂട്ടണം എന്നൊരു ചിഹ്നം കൊടുക്കുക. അടുത്തത് സിയും ബിയും ആണ് ഗുണിക്കാൻ പറഞ്ഞത് ക്രോസ് ആയിട്ട്. അപ്പോൾ BC അല്ലെങ്കിൽ CB എങ്ങനെ വേണമെങ്കിൽ എഴുതാം. BC ഗുണനം പിന്നെ 5 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 10 ആണ്, 2 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ തിരിച്ചും മറിച്ച് നമുക്ക് എഴുതാം. തൊട്ട് താഴെ കഴിഞ്ഞിട്ടില്ല, ഭിന്നസംഖ്യയാണ് കൂട്ടാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും മുകളിലും താഴെ നമ്പർ വരും അല്ലേ. താഴെ നിങ്ങൾ ചെയ്യേണ്ടതാ ഈ രണ്ട് ഛേദങ്ങൾ തമ്മിൽ നിങ്ങൾ ഗുണിച്ചാൽ മതി. ബിയും ഡിയും കൂടെ ഗുണിച്ചിട്ട് അങ്ങോട്ട് എഴുതുക. ഇതാണ് നമുക്ക് ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം. ഇതൊരു ബൈഹാർട്ട് പഠിക്കേണ്ട സമവാക്യമൊന്നുമല്ല, ഇതൊന്നും സമവാക്യമൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം, ക്വസ്റ്റിലേക്ക് തന്നെ വരാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതാ ഞാൻ പറഞ്ഞ മെത്തേഡ് വെച്ച് ഇങ്ങനെയാണ്. രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇതാ ഇവിടുന്ന് ക്രോസ് ആയിട്ട് നിങ്ങൾ ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുക വെച്ചാൽ ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശവും രണ്ടാമത്തിൻ്റെ ഛേദവും അതേ ക്രമത്തിൽ തന്നെ മറ്റേതും വരിക. രണ്ടാമത്തിൻ്റെ അംശവും ആദ്യത്തിൻ്റെ ഛേദവും നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ആദ്യത്തെ 1 ഗുണിക്കണം 4 എന്നാണ് വരിക അല്ലേ. 1 ഗുണിക്കണം 4 എന്നാണ് വരിക. ഇവിടെ കൂട്ടാനാണ് നമ്മളോട് പറഞ്ഞത്, അതുകൊണ്ട് കൂട്ടണം എന്ന് എഴുതുക. അടുത്തത് ഇത് രണ്ടും ഗുണിച്ചെന്ത് വരും? 2 ഗുണിക്കണം 3 ആണ് അല്ലേ. 2 ഗുണിക്കണം 3 എന്നാണ് വരിക. 2 ഗുണിക്കണം 3 എന്ന് എഴുതി. തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? ഇതാ താഴെയുള്ള ഈ രണ്ടാളും കൂടി തമ്മിൽ നിങ്ങൾ ഗുണിച്ചെഴുതുക. 2 ഗുണിക്കണം 4 എന്ന് എഴുതിയാൽ മതി. 2 ഗുണിക്കണം 4. ഇനി പണിയൊന്നുമില്ല, എന്ത് ചെയ്താൽ മതി? അത് രണ്ടും കൂടി അങ്ങോട്ട് ഉത്തരം എഴുതിയാൽ മതി. ഇതാ 1 ഗുണിക്കണം 4 എന്ന്. ഇത് കളറ് പ്രശ്നമാവില്ല, സോറി ഒരു മിനിറ്റ്, ഞാൻ പറയുന്നതിനായിട്ട് ശ്രദ്ധിച്ചില്ല. ഓക്കെ, 1 ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1 ഗുണിക്കണം 4 എന്ന് വെച്ചാൽ 1 ഗുണിക്കണം 4 എന്ന് വെച്ചാൽ 4 തന്നെയാണ് കിട്ടുക അല്ലേ. കൂട്ടണം 2 ഗുണിക്കണം 3 എന്ന് വെച്ചാൽ എത്ര വരും? 6 ആണ്. തൊട്ട് താഴെ 2 ഗുണിക്കണം 4 8 ആണ് വരിക. 6 4 കൂട്ടിയാൽ നിങ്ങൾക്കറിയാം 10 ആണ് വരിക. 10/8 എന്നാണ് ഇവിടെ കിട്ടുക. ഇതാണ് നമ്മുടെ ഭിന്നസംഖ്യ. ഓക്കെ, ഇത് രണ്ടാളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10/8 ആണ്. പിന്നെ ഈ ഭിന്നസംഖ്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ അംശത്തിനെയും ഛേദത്തിനെയും ഒരേ സംഖ്യ കൊണ്ട് വേണം ഗുണിച്ചിട്ടും എഴുതാം, ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ചിട്ടും എഴുതാം. അതായത് നിങ്ങൾക്ക് തുല്യ ഭിന്നങ്ങളാണ് കിട്ടുക. ഉദാഹരണം 1/2 എന്ന് പറയുന്ന സംഖ്യയുടെ തുല്യ ഭിന്നം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? വേണമെങ്കിൽ അംശം ഛേദം നിങ്ങൾക്ക് ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാം. അംശത്തെ 2 കൊണ്ട് ഗുണിച്ചാൽ ഛേദത്തിന് 2 കൊണ്ട് ഗുണിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? ഇതാ 1 ഞാൻ 2 കൊണ്ട് ഗുണിക്കുന്ന വെച്ചാൽ അതിൻ്റെ ഇരട്ടി എടുക്കുന്നു, 2 ആയി. അപ്പോൾ തൊട്ട് താഴെ ഇരട്ടിയായിട്ട് 4 ആക്കണം. ഇതതിൻ്റെ തുല്യമായ ഭിന്നമാണ്. ഇനി ഇതിനെ വീണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ 2നെ 3 കൊണ്ട് ഗുണിക്കാൻ പോകുന്നത്. 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 ആവും, 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 12 ആവും. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്താലും അതൊക്കെ എന്താണ്? തുല്യ ഭിന്നങ്ങളാണ്. നേരെ തിരിച്ചും ഇപ്പോൾ 6/12 ആണെങ്കിൽ അതിന് എന്ത് ചെയ്യാം? ഒരേ സംഖ്യ കൊണ്ട് നിങ്ങൾക്ക് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യാം. ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? 6നെ ഞാൻ പകുതി എടുക്കുന്നു, നേരെ 2 കൊണ്ട് ഹരിക്കുന്നത്. അപ്പോൾ എത്രയാവും? 3 ആവും. 3/12 ഞാൻ അതുപോലെ തന്നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 6 എന്നാണ് കിട്ടുക. ഇനി 3നെ 6 ഞാൻ വീണ്ടും 3 കൊണ്ട് ഹരിക്കുന്നത്. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടി. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 ആവും. തിരിച്ചതാ ഇവിടെ തന്നെ എത്തി. അങ്ങനെ പറഞ്ഞു വരുന്നത് ഒരു ഭിന്നസംഖ്യ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരേ സംഖ്യ കൊണ്ട് അംശത്തിന് ഛേദനം ചെയ്യണമെന്നേ ഉള്ളൂ. ഗുണിക്കാം അല്ലെങ്കിൽ ഹരിക്കാം, എല്ലാം പറ്റും. ഓക്കെ, അപ്പോൾ 10 8 നിങ്ങൾ കിട്ടി. ഇതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതാ 10നെയും 8നെയും നമുക്ക് ഒരേ സംഖ്യ ആയിട്ട് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ. എന്ന് വെച്ചാൽ അതിൻ്റെ പകുതി എടുക്കാൻ പറ്റുമെന്ന്. 10ൻ്റെ പകുതി നമുക്ക് 5 എന്ന് എഴുതാം, 8ൻ്റെ പകുതി 4 എന്ന് എഴുതാം. ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ഇത് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ സങ്കലനം പഠിച്ചില്ലേ? ഒരു ഭിന്നസംഖ്യയുടെ കൂട്ടാനുള്ള പരിപാടി പഠിച്ചില്ലേ? വളരെ എളുപ്പമല്ലേ? സിമ്പിളല്ലേ? ഒരു പണിയുമില്ല അല്ലേ? സംഭവം ഒരു പണിയുമില്ല, വളരെ എളുപ്പമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. സങ്കലനമാണ്, കൂട്ടാനുള്ള പരിപാടിയാണ്. ഇതാ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 4/3 കൂട്ടണം 4/3 കൂട്ടണം ഒരു 5/2. 5/2 രണ്ട് ഭിന്നസംഖ്യകൾ. രണ്ടിനും പ്രത്യേകതയൊന്നുമില്ല. അതാണ് രണ്ടും വിഷമ ഭിന്നങ്ങളാണ് അല്ലേ. രണ്ട് വിഷമ ഭിന്നങ്ങൾ കൂട്ടാൻ തന്നേ ഉള്ളൂ. എങ്ങനെ എഴുതാം? നമുക്ക് കൂട്ടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? വളരെ എളുപ്പമാണ്. നോക്കിയാൽ എന്ത് ചെയ്താൽ മതി? രണ്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. രണ്ടും ക്രോസ് ആണ്. നേരെ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് എതിർ ഗുണം എന്നാണ് പറയുക. 4 ഗുണിക്കണം 2 ആണ് ആദ്യം എഴുതേണ്ടത്. 4 ഗുണിക്കണം 2 നിങ്ങൾ ആദ്യം എഴുതി. എന്നിട്ട് ഇവിടെ കൂട്ടലായതുകൊണ്ട് കൂട്ടണം എന്ന് എഴുതുക. അടുത്ത 3 ഗുണിക്കണം 5 ആണ് പിന്നെ അവിടെ ബാക്കിയുള്ളത്. 3 ഗുണിക്കണം 5 നമ്മൾ എഴുതി. തൊട്ട് താഴെ എന്ത് കിട്ടിയല്ലോ? ഇതാ പറ, 3 ഗുണിക്കണം 2 3 ഗുണിക്കണം 2 നമ്മൾ എഴുതി. 4 ഗുണിക്കണം 2 എന്ന് വെച്ചാൽ 8 ആണെന്ന് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. പ്ലസ് 3 ഗുണിക്കണം 5 15 ആണ്. തൊട്ട് താഴെ 3 ഗുണിക്കണം 2 6 ആണ് വരിക. 8ഉം 15ഉം കൂട്ടിയാൽ നിങ്ങൾക്കറിയാം 23/6 23/6 എന്നാണ് നമ്മൾ ഉത്തരം കിട്ടുക. ഇതിന് നമുക്കൊന്നും ചെറുതാക്കാനൊന്നും കഴിയില്ല. രണ്ടും അല്ലേ നോക്കിയാൽ ശരിക്കും നോക്കിയാൽ രണ്ടിനും പൊതുവായിട്ട് ഘടകങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചെറുതാക്കാനൊന്നും പറ്റില്ല. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഭിന്നസംഖ്യകളുടെ അഡീഷൻ അഥവാ സങ്കലനം എന്ന് പറയുന്ന ഭാഗം. ഇതേ സാധനം തന്നെയാണ് നമ്മുടെ ഇനി എന്ത് വരുന്നത്? വ്യവകലനം അഥവാ കുറക്കൽ. വ്യവകലനം. ഓക്കെ, വ്യവകലനം അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ എന്ന് പറയും. വ്യവകലനം കുറക്കൽ എന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ പഠിച്ച അതേ സാധനം തന്നെയാണ്. അവിടെ കൂട്ടണം എന്ന് ചിഹ്നിട്ടതിന് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? കുറക്കണം എന്നുള്ള ചിഹ്നം ഇടും. അത്രയേ ഉള്ളൂ. ഇതാ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം.
ഒരു പണിയിലുള്ള വളരെ വളരെ സിമ്പിളായിട്ട് ഇതാ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ഇതാ 1/2 കുറക്കണം. ഞാൻ നിങ്ങൾക്കൊരു 1/4 എന്ന് തരാം. 1/2 1/4 കുറക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? കുറക്കാൻ പറഞ്ഞാലും കൂട്ടാൻ പറഞ്ഞാലും ഒരേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നേരെ ക്രോസ് തന്നെയാണ് രണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. 1 ഗുണിക്കണം 4 നിങ്ങൾ ആദ്യം എഴുതും. ഇത് ഞാൻ സ്പീഡ് പറയാൻ കാരണം വെച്ചാൽ ഇതിൽ പുതിയതായിട്ടൊന്നും വരുന്നില്ല. 1 നമ്മൾ ക്രോസ് ആയിട്ട് 4 കൊണ്ട് ഗുണിച്ചു. നേരത്തെ ഇവിടെ കൂട്ടണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കൂട്ടാൻ നേരത്തെ ഇവിടെ ഒന്ന് കൂട്ടണം എന്ന് എഴുതിയത്. ഇവിടെ കുറക്കലായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കുറക്കണം എന്നുള്ള ചിഹ്നം എഴുതുക. അത്രയേ മാറ്റുള്ളൂ. അടുത്തതാ 1 2 ഉണ്ട്. അടുത്തത് ഈ 1 ഈ 2 ആണ് ഗുണിക്കാൻ പറഞ്ഞത്. 1 ഗുണിക്കണം 2 നിങ്ങൾ ചെയ്യുക. തൊട്ട് താഴെ അതേപോലെ തന്നെയാണ് താഴെയുള്ള 2 കൂടെ ഗുണിക്കുക. 2 ഗുണിക്കണം 4 എന്നാണ് വരിക. ഇനി നോക്കിയേ 1 ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4 ആണ്. അതിൽ നിന്നും ഞാൻ 1 ഗുണിക്കണം 2 വെച്ചാൽ 2 ആണ്. തൊട്ട് താഴെ 8 ആണ് വരിക. 4 2 പോയാൽ എല്ലാവർക്കും അറിയാം 2 ആണ്. താഴെ 8 ആണ് വരിക. 2/8 ആണ് നമ്മുടെ ഉത്തരം. വേണമെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് അതിനെ ചെറുതാക്കി എഴുതാം. 2നെയും 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ പകുതി എടുക്കാം. 1/4 എന്ത് വരും? 1/4 എന്ന് വരും. ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ വ്യവകലനം വലിയ പണിയൊന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. വ്യവകലനം വളരെ സിമ്പിളാണ് അല്ലേ? ഒരു പണിയില്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടലും കുറക്കലും അതേപോലെ തന്നെയാണ്. നമുക്ക് എന്താ ചെയ്യാം? ഗുണിക്കലിലേക്ക് വരാം. അതാണ് ചിലപ്പോൾ കൺഫ്യൂഷൻ വരിക. ഗുണനം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ. ഗുണനത്തിലേക്കാണ് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. ഭിന്നസംഖ്യകളുടെ ഗുണനമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. പറയട്ടെ, വളരെ എളുപ്പമാണ് ഭിന്നസംഖ്യകളുടെ ഗുണനം. പറയുന്ന പോലെ ഒന്നുമില്ല. ഈ കൂട്ടാനും കുറക്കാനാണ് ഏറ്റവും പണിയായിട്ടുള്ളത്. ഗുണനം എന്ന് വെച്ചാൽ ഒരു പണിയില്ല. നോക്കിയേ, ഇതാ ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതാ ഒരു 3/2 ഗുണിക്കണം ഇതാ ഒരു 5/4 ആണെന്ന് വിചാരിക്കുക. 3/2 ഗുണിക്കണം 5/4 എന്നാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ പോയിട്ട് നിങ്ങൾ ആദ്യം ക്രോസ് ഒന്നും ചെയ്യാൻ പോകാൻ പാടില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടലാണ്. ഓക്കെ, കൂട്ടാനും കുറക്കാനുമാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചിട്ട് താഴേക്ക് എഴുതുന്നില്ല പരിപാടി. ഗുണനത്തിൽ ഒന്നും നോക്കണ്ട. എന്ത് ചെയ്താണെന്ന് അറിയോ? ഇവിടെയുള്ള അംശങ്ങൾ തമ്മിൽ നിങ്ങൾ ഇതാ നേരെ ഗുണിക്കുക. അംശം തമ്മിൽ ഗുണിക്കുക. തൊട്ട് താഴെ ഛേദവും തമ്മിൽ ഗുണിക്കുക. വേറെ ഒന്നും നോക്കണ്ട. ഇതാ അംശം ഗുണിക്കുക വെച്ചാൽ ഇവിടെ 3 ആണ്, ഇവിടെ 5 ആണ്. അപ്പോൾ 3ഉം 5ഉം കൂടെ നിങ്ങൾ ഗുണിക്കുക. തൊട്ട് താഴെയോ എന്നിട്ട് വരയിടുക. തൊട്ട് താഴെ ഇതാ ഛേദവും തമ്മിൽ ഗുണിച്ചിട്ട് അങ്ങോട്ട് എഴുതുക. അതാ 2 ഗുണിക്കണം 4. എന്തൊരു എളുപ്പം നോക്കിയേ. 3 ഗുണിക്കണം 5 എന്ന് വെച്ചാൽ 15 ആണ് അല്ലേ? 3 5 15 ആണ്. തൊട്ട് താഴെ എത്ര വരും? 2 ഗുണിക്കണം 4 8 ആണ്. ഇതാണ് ഉത്തരം. അപ്പോൾ ഭിന്നസംഖ്യകളുടെ ഗുണം എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. 2ൻ്റെയും അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, 2ൻ്റെയും ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. നിങ്ങളുടെ ഭാഷയിൽ വേണമെങ്കിൽ എഴുതി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു വളരെ എളുപ്പമുള്ള ചോദ്യം തരുന്നതാ. 10/20 10/20 ഗുണിക്കണം 10/20 ഗുണിക്കണം ഒരു 3/2 ആണെന്ന് വിചാരിക്കുക. വെറുതെ എല്ലാം 3/2 ചെറിയ നമ്പർ ആക്കാനാണ്, അല്ലെങ്കിൽ ഒരു 3/4 ആക്കാം. 3/4. അപ്പോൾ ഇതിനെ ഗുണിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഗുണനം എന്ന് വെച്ചാൽ ഒരു പണിയില്ല. ഞാൻ പറഞ്ഞു എന്ത് ചെയ്താൽ മതി? നേരെ ഒന്നും നോക്കേണ്ടത്. അംശവും തമ്മിൽ ഗുണിക്കുന്നു, ഛേദവും തമ്മിൽ ഗുണിക്കുക. ഓക്കെ, അപ്പോൾ അംശം എന്ന് വെച്ചാൽ ഇവിടുത്തെ അംശം 10 ആണ്, ഇവിടെ 3 ആണ്. 10 ഗുണിക്കണം 3 എന്ന് എഴുതി. തൊട്ട് താഴെ എന്ത് ചെയ്യുക? ഛേദങ്ങൾ തമ്മിൽ 20 ഗുണിക്കണം 4 എന്ന് എഴുതി. അപ്പോൾ 10 ഗുണിക്കണം 3 എന്ന് വെച്ചാൽ 30 ആണ്. 20 ഗുണിക്കണം 4 എന്ന് വെച്ചാൽ 24 8 80 ആണ് അല്ലേ? 30/80 എന്ന് എഴുതാം. ഇനി 2നെയും 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് വേണമെങ്കിൽ 30ൽ 10 3 ഉണ്ട്, 80ൽ 10 8 ഉണ്ട്. 3/8 എന്ന് എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ഭിന്നസംഖ്യകളുടെ ഗുണനം എന്ന് പറയുന്ന ഭാഗം. സിമ്പിളാണ്. ഒരുപാട് ചോദ്യങ്ങളും ചെയ്ത് നമ്മൾ വെറുതെ സമയങ്ങളുണ്ട്. മനസ്സിലായി? 2 ചോദ്യങ്ങൾ തന്നെ മതി മനസ്സിലാക്കാൻ. അടുത്ത നമ്മൾ ഹരണത്തിലേക്കാണ് പറയുന്നത്. ഹരണം ഗുണനം അറിയുന്ന ഒരാൾക്ക് ഭിന്നസംഖ്യകളുടെ ഹരണം എന്ന് വെച്ചാൽ ഒരു പണിയുമില്ല. വളരെ എളുപ്പമാണ്. അതിനെക്കാട്ട് എളുപ്പമാണ്. ഇതാ കാണിച്ചു തരാം. എന്ത് ചെയ്യണമെന്നറിയോ? ഉദാഹരണത്തിന് ഇതാ ഏറ്റവും ചെറിയൊരു ഭിന്നസംഖ്യ 3/2 ഹരിക്കണം 3/2 ഹരിക്കണം ഒരു 5/4 ആണെന്ന് വിചാരിക്കുക. 3/2നെ 5/4 കൊണ്ട് ഹരിക്കാനാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് വിചാരിക്കുക. ശരിക്കും ഹരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഇവിടെ 3/2 ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞത് അല്ലേ? ഇവിടെ ഭിന്നസംഖ്യയുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിക്ക് എന്താണെന്നറിയോ? ഇത് എങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഭിന്നസംഖ്യയുടെ ഹരണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിനെ തല തിരിച്ച് എഴുതിയിട്ട് ഗുണിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഭിന്നസംഖ്യ ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭിന്നസംഖ്യ രണ്ടാമത്തെ ഭിന്നസംഖ്യ തല തിരിച്ച് എഴുതിയതിനെ കൊണ്ട് ഗുണിക്കുക എന്നാണ് അതിനർത്ഥം. ഓക്കെ, തല തിരിച്ച് എഴുതുക വെച്ചാൽ എന്താണ് അറിയാലോ? റെസിപ്രോക്കൽസ് അല്ലേ? റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കുക എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ശരിക്കും ശ്രദ്ധിച്ചോ, ശരിക്കും നോക്കിക്കോ. ഞാൻ 3/2 ഹരിക്കണം 5/4 ആണ് ക്വസ്റ്റ്യൻ തന്നത്. 3/2 അതുപോലെ എഴുതി. രണ്ടാമത് ഹരിക്കണം എന്നൊരു ചിഹ്നം ഞാൻ വേഗം ഗുണിക്കണം എന്നാക്കി. ഗുണിക്കണം എന്നാക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെയുള്ള ഭിന്നസംഖ്യ എന്താണോ അതിനെ നേരെ തല തിരിച്ച് എഴുതുക. ഓക്കെ, ഇതാ എന്ത് ചെയ്താൽ മതി? 4/5 എന്ന് എഴുതിയാൽ തലതിരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഇതാ ഇവിടെ മുകളിൽ 5ഉം താഴെ 4ആണ്, നേരെ തിരിച്ചെഴുതുക. 4/5 ആക്കിയിട്ട് എഴുതുക. ഇത്രയേ പണിയുള്ളൂ. ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക? സാധാരണ എങ്ങനെയാണ് ഗുണിക്കാൻ പഠിച്ചത് അതുപോലെ അങ്ങ് ചെയ്താൽ 3 ഗുണിക്കണം 4 എന്ന് വെച്ചാൽ 3 ഗുണിക്കണം 4 12 ആണ്. 2 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇങ്ങനെ ഗുണിക്കാൻ പഠിച്ചത് 12/10. വേണമെങ്കിൽ രണ്ടിലും ഒരേ സംഖ്യകൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹരിച്ചിട്ട് ചെറുതാക്കാം. 12നെയും 10നെയും 2 കൊണ്ട് ഹരിക്കാം, പകുതി എടുക്കാം. 6/എത്ര വരിക? 6/5 എന്ന് വരും. ഇതാണ് സംഭവം.
അപ്പോൾ ഹരണം പഠിച്ചല്ലോ, ഒരു പണിയില്ല. ഹരണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഹരണത്തിന് ചിഹ്നം മാറ്റിയിട്ട് ഗുണം എന്ന് എഴുതുക. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഭിന്നസംഖ്യനെ നേരെ തിരിച്ചിട്ടങ്ങ് എഴുതുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇതാ 10/14 10/14 ഹരിക്കണം 10/14 ഹരിക്കണം 3/4 പിന്നെ ഒരു 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ചെയ്യണം ഒരു പണിയില്ല. ആദ്യം 10/14 എന്ന് എഴുതി, ഹരിക്കുന്നതിന് പകരം ഞാൻ ഗുണിക്കണം എന്ന് എഴുതി. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഭിന്നത്തെ നിങ്ങളത് തല തിരിച്ചെഴുതുക. 3/5 പകരം 5/3 എന്ന് എഴുതുക. 10 ഗുണിക്കണം 5 എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം 10 ഗുണിക്കണം 5 50 ആണ്. തൊട്ട് താഴെ 14 ഗുണിക്കണം 3, അത് കുറച്ച് പണിയുണ്ട്. 14 ഗുണിക്കണം 3 ആണ് എന്ത് ചെയ്താൽ മതി, എത്രയാണ് വരിക, 42 വരിക. ഒന്നും നോക്കണ്ട, 14 വേണമെങ്കിൽ നമുക്ക് 10ഉം 4ഉം ആയിട്ട് എടുക്കാം. 10 ഗുണിക്കണം 3 30 ആണ്, 4 ഗുണിക്കണം 3 12 ആണ്. അപ്പോൾ 30ഉം 12ഉം 42 എന്നാണ് വരിക. ഇതാണ് ഉത്തരം. വേണമെങ്കിൽ ചെറുതാക്കാം, രണ്ട് നോക്കി ഇരട്ട സംഖ്യകളാണ്. പകുതി എടുക്കാലോ, 50ൻ്റെ പകുതി 25 ആണ്, 42ൻ്റെ പകുതി 21 ആണ്. അങ്ങനെ ചെറുതാക്കിയും വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഭിന്നസംഖ്യകളുടെ അടിസ്ഥാന ക്രിയകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഭിന്നസംഖ്യകളുടെ കൂട്ടാനും ഗുണിക്കാനും കുറക്കാനും ഹരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. ക്വസ്റ്റ്യനാണ് നമ്മളെ കാര്യം, നമുക്കിത് ബേസിക് അറിയാവുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നോക്കേണ്ടത്. അത്രയും കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്, ഭിന്നസംഖ്യ എന്താണെന്ന് പഠിച്ചു. PYQ രൂപത്തിൽ എഴുതാൻ പറ്റും, താഴെ ഭാഗത്ത് 0 വരാൻ പാടില്ല, അത്രയേ ഉള്ളൂ. രണ്ടാമത് നമ്മൾ അതിൻ്റെ വിവിധ രൂപങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ സാധാരണ ഭിന്നം എന്താണെന്ന് പഠിച്ചു. എന്താണ്, അംശം കൂടുതലും ഛേദം കൂടുതലും അംശം കുറവായി വരുന്നത്. നമ്മൾ പരീക്ഷയ്ക്ക് മാർക്കൊക്കെ എഴുതുന്ന രീതി ഉണ്ടല്ലോ, അതാണ് സാധാരണ ഭിന്നം. പിന്നെ വിഷമ ഭിന്നം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു എന്താണ്, അംശം കൂടുതലും അതിനേക്കാൾ കുറവായിരിക്കും ഛേദം, അതിനെ വിഷമ ഭിന്നം എന്ന് പറഞ്ഞു. പിന്നെ മിശ്ര ഭിന്നമാണ് പഠിച്ചത് അല്ലേ. മിശ്രം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും കൂടെ കൂടിയിട്ടുള്ളതാണ് മിശ്രഭിന്നം. പിന്നെ നമ്മൾ പഠിച്ചെന്താ, മിശ്രഭിന്നത്തെ വിഷമഭിന്നത്തിലേക്ക് മാറ്റാൻ പഠിച്ചു. വിഷമഭിന്നത്തെ മിശ്രഭിന്നത്തിലേക്ക് മാറ്റാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു. 2 ക്വസ്റ്റ്യൻ ഞാൻ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചാണ് കൂട്ടാനും ഗുണിക്കാനും കുറക്കാനും ഹരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണ്. ഒന്ന് ചെയ്ത് നോക്കിയോ, 2-3 ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഇതാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 14/3 കൂട്ടണം 4/7 14/3 കൂട്ടണം 4/7. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 12/4 4 വേണ്ട, 12/2 രണ്ടും വേണ്ട, അത് കുറച്ച് സിമ്പിളായി മാറും. 12/3 ആക്കാം, അതും സിമ്പിളാണ് അല്ലേ, ഏതെങ്കിലും എന്താണെന്ന് പറയും നിങ്ങൾ. 12/7 കൊടുക്കാം. 12/7 ആണ്. 12/7 കുറക്കണം, 12/7 കുറക്കണം ഒരു 4/3. ഓക്കെ, ഒരു 4/3 എന്ന് എഴുതാം. 4/3 ക്ലിയർ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്, 21/5 ഗുണിക്കണം 21/5 ഗുണിക്കണം 7/4 7/4. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 14/5 ഹരിക്കണം ഒരു 2/8. ഓക്കെ, 2/8 വേണ്ട, 2/8 വേണ്ട, 2/11 ആക്കാം. 2/11 കുറച്ച് വലിയ സംഖ്യ ആയിരിക്കും, ഗുണിക്കാനും കുറയ്ക്കാനും ഹരിക്കാനും ഒക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നോക്കുക. അപ്പോൾ ഈ ടൈപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ ഏകദേശം നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക. അത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ച് എക്സാമിന് വന്നാൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം കാണാം. താങ്ക് യു.